നമസ്കാരം സുഹൃത്തുക്കളെ, ദാ അങ്ങോട്ട് നോക്കൂ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ ഇങ്ങോട്ട് നോക്കൂ. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ അല്ലേ? അതെ, പാണക്കാട് തങ്ങൾ പോലും ഓണത്തിന് വരവേൽക്കുന്നു, ഓണപ്പാട്ട് പാടുന്നു, ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള മൂഡുണ്ട് എന്ന് അദ്ദേഹം കാണിക്കുന്നു. പിന്നെ ഇവിടുത്തെ കോളേജുകൾ, പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള, അതിൽ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കോളേജുകളിലടക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷമാണ് പൊടിച്ചത് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത്ര റിച്ചായിട്ടായിരുന്നു അവർ ഇത്തവണ ഓണം ആഘോഷിച്ചത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ. തീർച്ചയായിട്ടും ഈ തട്ടം ഇട്ടുകൊണ്ട് ഡാൻസ് ചെയ്യരുത് എന്നൊക്കെ ചില തിട്ടൂരങ്ങളൊക്കെ ചില താത്തമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും തട്ടം ഇട്ടുകൊണ്ട് തന്നെയാണ് അവർ ഈ ഡാൻസൊക്കെ ചെയ്തത്. അതിൻ്റെ കൂടെ ഓണത്തിന് സാധാരണ ഈ പെൺകുട്ടികളെല്ലാം യൂണിഫോം എന്ന പോലെ ഒരേപോലെ ഇടുന്ന ഒരു വസ്ത്രമുണ്ടല്ലോ, സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ സെറ്റ് സാരി, അതൊക്കെയായിരുന്നു ധരിച്ചിരുന്നത്. അതിനൊപ്പം തീർച്ചയായിട്ടും തട്ടം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വൈബായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ കേരളത്തിലെ കോളേജുകളിൽ ആഘോഷിക്കുന്നത്. ഇതിനു മുമ്പ് കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞു പോയ ആളുകൾ, ആണും പെണ്ണും അടക്കമുള്ളവർ അസൂയയോടെയാണ് അവർ കാണുന്നത്. പലരും സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവെക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും ആ പതിവ് ആളുകളുണ്ടല്ലോ, പൊറോട്ട കെട്ടുകാർ, തലയിലെ പൊറോട്ട കെട്ടുകാർ, അവർക്ക് പക്ഷേ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ചിലരൊക്കെ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ 3 വർഷത്തിന് മുമ്പാണ് ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയല്ല അഭിപ്രായം എന്നൊക്കെ പറയാൻ തയ്യാറായ ചിലരുണ്ട്. പക്ഷേ ചില കൂട്ടർ എന്തൊക്കെ വന്നാലും ശരി ഞങ്ങൾ അഭിപ്രായം മാറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത്തരം ഒരു പൊറോട്ട കെട്ടുകാരൻ എന്താ പെരീന്നാണല്ലോ ഈ വരണമൊക്കെ, ഈ ആണുങ്ങളൊക്കെ ഉള്ള പെരീന്നാണല്ലോ, ഈ വാപ്പാര മക്കളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഓരോ ന്യായം എന്താ അറിയോ, അതിപ്പോൾ ഒരു ഡ്രസ് കോഡല്ലേ ഇപ്പം എന്ന് ചോദിച്ചിട്ടുണ്ടോ? ആര്? എൻ്റെ മോന് സാരി എടുത്ത ആളല്ല ചോദിക്കണുണ്ടോ? എടുക്കണവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോതില്ല ഒരാളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ശരിയാണ് പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഓണം ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷം എന്നുള്ളതിൽ ആർക്കെയും തർക്കമുണ്ടോ? എന്നെ പൂക്കളിടുന്നത്, പൂക്കളെ തൃക്കാക്കരയാണല്ലോ ഈ വാമന ദൈവത്തിനുള്ള ക്ഷേത്രം ഉള്ളത്. അങ്ങോട്ട് പോണതിന് പകരം ഇവിടെ പൂക്കളം ഇട്ടിട്ട് മൂർത്തികളെ വെക്കുന്നുണ്ട്. അതിനാണ് ഈ പൂക്കളം. അപ്പോൾ ഒരു ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവം എന്നുള്ളതിൽ തർക്കമില്ല. അപ്പം നമുക്ക് അതിനുള്ള നിലപാട് എന്താ വെച്ചാൽ, നമ്മളെ ഫുഖാക്കള് ഇമാമിങ്ങൾ പറഞ്ഞത് അതിൽ വിശ്വസിക്കാൻ പാടില്ല, അതിനോട് തുല്യമാകാനും പാടില്ല, അതിനോട് യാതൊരു മുഷാബത്തും കൽപ്പിക്കാതെ അതിൽ പങ്കെടുത്തോണ്ട് ഒരു ചോറ് വെച്ചോണ്ടൊന്നും കുഴപ്പമില്ല എന്നുള്ള മസലക്കുണ്ട്. ഇത് തുല്യമാകലല്ലേ? ഈ പൂക്കളിടലും ഈ സാരി എടുക്കലൊക്കെ തുല്യമാകണ വിഷയമല്ലേ? അപ്പൊ അത് ഹറാമാണ്. അത് പറഞ്ഞപ്പോ എന്റെ മോനോട് നിന്നു. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞെടുത്തൂടെ? അപ്പൊ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കിട്ടുന്ന ചാൻസിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, തടയണം, നന്മ ഉപദേശിക്കണം, തിന്മ തടയണം. അത് ഈ ഉമ്മത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അത് നാവുകൊണ്ട് പറ്റുമെങ്കിൽ നാവുകൊണ്ട് പറയാ, കൈയോണ്ട് പറയേണ്ടടുത്ത് കൈയോണ്ട് എന്താക്കുക, തടുക്കുക. അതില്ലെങ്കിൽ മനസ്സുകൊണ്ട് തന്നെങ്കിലും. യൂട്യൂബിലൊക്കെ ഓരോ മൂപ്പന്മാരുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഭയങ്കര ആഘോഷം ഉണ്ടായത്. വേറെ ആള് പറഞ്ഞു, ഇവർക്കൊന്നും ഹൈന്ദവ സഹോദരന്മാർക്കൊന്നും കിട്ടിയില്ലോ ഈ സെറ്റ് സാരി ഇതൊക്കെ പാടൊക്കെപ്പാടെ മാപ്പിളാരനെ കൊണ്ടുപോയിട്ട് ഓൽക്കുള്ളത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും എന്റെ അവകാശികൾക്ക് അതിൽ ദുൽമ എന്തൊരു പാടില്ല. അപ്പൊ ഇൻഷാ അല്ലാ അതൊക്കെ പറയാ, നല്ല മൃദുലമായിട്ട് പറഞ്ഞു കൊടുക്കണം, വളരെ സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോ ഈ മാർഗത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ അതിന് മുമ്പിലുണ്ടാവും, ഞാനൊക്കെ മുമ്പിലുണ്ടാവും തന്നെ. ഞാനിപ്പോ ഈ മേഖലയിലൊക്കെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്താ നാട് തീർച്ചയായിട്ടും കാണണ്ടൊക്കെ ചോദിക്കണ അതിലൊക്കെ ഉണ്ടാകാതെ എനിക്ക് തോന്നുന്നത്. സ്കൂളിപ്പോ വളരെയധികം അനർത്ഥങ്ങളും സംഗതികളും. ഓരോ ഓണത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഓരോ കോളേജിലും. എല്ലാ കോളേജിലും കഴിഞ്ഞ വർഷത്തെ ഹെലികോപ്റ്റർ കറക്കി വൈറലായി. ഇപ്പൊ ഇതാ ഹോട്ട് എയർ ബലൂണൊക്കെ, പിന്നെ ആന, കുതിര, ഒട്ടകം, മയില്, എന്തൊക്കെയാ അവിടെ നടക്കുന്നത്. പിന്നെ ഗേൾസിന്റെ കാര്യമാണെങ്കിൽ സാരിയുമ്പോ പല വെറൈറ്റികള്, ബൈക്ക്, കാറ്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ നിങ്ങൾ ചെയ്തു, പക്ഷെ പോസ്റ്റ് ചെയ്യുമ്പോ ഞങ്ങളെ പോലെ ജോലിയും കൂലിയും ഇല്ലാതെ പഠിപ്പ് കഴിഞ്ഞ ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. ഇതൊക്കെ കണ്ട് ഡിപ്രഷൻ ആയിക്കണം. ഓണത്തിന് ഒന്ന് സാരി എടുത്തിട്ട് എവിടേക്കെങ്കിലും പോകാൻ സ്ഥലമല്ല. ഇനി 1 മാസം മുമ്പ് വല്ല ജിമ്മിനും ചേർന്നാൽ മതിയെന്ന് അവിടെ വരെ പോണ പരിപാടിയാ. ഇതിന്റെ പോലെ ഒരു സദ്യ വരെ കിട്ടാൻ യോഗമല്ലാതെ ഇതൊക്കെ കണ്ട് ഡിപ്രഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ അതേപോലത്തെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും ദുഃഖത്തിൽ പങ്കുചേരാം. ഈ വീഡിയോ ഫുള്ള് കാണാൻ തന്നെ ചീത്തരാൻ നിൽക്കരുത് കേട്ടോ. നല്ല സങ്കടം. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ 2026 ഓണം എല്ലാവരും ആഘോഷിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
പതിവിന് വിപരീതമായിട്ട് മലപ്പുറം ജില്ലയിലായിരുന്നു ഏറ്റവും കൂടുതൽ. അവർ ശരിക്കും എന്താ പറയുക, പലരും പറയുന്ന പോലെ ഉമ്മച്ചിക്കുട്ടികൾ ഇത്തവണത്തെ ഓണം തൂക്കിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാലും ഒരു അത്ഭുതമില്ല. തീർച്ചയായിട്ടും അവരത് അർഹിക്കുന്നു. അവർ അതിനു വേണ്ടിയിട്ട് എന്താ പറയുക, അവർ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. അവർ വേഷങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ അവിടുത്തെ പരിപാടികൾ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ അവർ പണച്ചെലവടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ പങ്കുണ്ട്. അവരുടെ വീട്ടുകാർ കൂടി അറിഞ്ഞുകൊണ്ടാണ് അത് നടത്തിയത്. വളരെ റിച്ചായിട്ട് തന്നെ ഒരുപാട് പരിപാടികൾ പല കോളേജിലും നടത്തിയിട്ടുണ്ട്. മാവേലി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന കാഴ്ച പോലും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ JCB പോലുള്ള വാഹനങ്ങളും അതേപോലെ തന്നെ BMW-യും ബെൻസും ഓടി പോലുള്ള വില കൂടി ആഡംബര വാഹനങ്ങളടക്കം ഉപയോഗിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എല്ലാ അർത്ഥത്തിലും എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ച് ആഘോഷിക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷേ മാറിയ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയവും മതപരമായിട്ടുള്ള ഒരുപാട് ചേരിതിരിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വരുന്ന സൂചനയാണ് ഇതെങ്കിൽ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും സമൂഹത്തിൽ പ്രതിഫലിക്കുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിനിടയിലേക്ക് ഇപ്പോഴും മതത്തിൻ്റെ തിട്ടൂരമായിട്ട് വരുന്നവരുണ്ട്. പക്ഷേ ഇത്തവണ അവരെല്ലാം ഒന്നിച്ച് 3G ആയി. ഇപ്പോൾ അവരൊക്കെ ആകാശയാത്രയിലാണ്. ഉടനെ അങ്ങ് താഴെ വരുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ വാക്കുകൾക്ക് തൃണവൽക്കരിച്ചു, അതിനെ മുഖവിലയ്ക്ക് പോലും എടുക്കാതെ ആടിത്തിമിർത്തത്, ആഘോഷിച്ചത്, വൈബോടെ അതിൽ പങ്കെടുത്തതെല്ലാം കൂടുതലും സ്ത്രീകളായിരുന്നു, പെൺകുട്ടികളായിരുന്നു, അതും തട്ടമിട്ട കുട്ടികളായിരുന്നു എന്നതാണ് ഇത്തവണത്തെ ഓണത്തിൻ്റെ പ്രത്യേകത. കൃഷ്ണ കോപ്പ് ഒരു പെർമിഷനും ഇല്ല. എന്താ മോളെ പ്രശ്നം? നേഴ്സിംഗ് കോളേജാ, അതെന്നെ പ്രശ്നം. നിനക്ക് 3 വരങ്ങൾ നൽകാം. ആഹാ, എന്നാലേ ഓണത്തിന് നല്ലൊരു ഗ്രാൻഡ് എൻട്രി വേണം. എന്നിട്ട് മാഡംസ് ഒക്കെ നല്ല ഒരേ മൂടായിരിക്കണം. എന്നിട്ട് ചത്താലും മറക്കാൻ പറ്റാത്ത ഓണമാണ്. ാണല്ലോ ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല.